Dear students, നമ്മൾ ഈ വീഡിയോയിൽ മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന സെക്ഷനിലേക്കാണ് പോകുന്നത്. മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ പല രീതിയിലുണ്ട്, പല മെത്തേഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷനിൽ ആദ്യത്തേതാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്നു വിചാരിക്കാം. നമുക്ക് കഴിഞ്ഞ സെക്ഷനിൽ കണ്ട പോലെ ഇതിനെ രൂപം മാറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ തൽക്കാലം പറ്റുന്നില്ല. ഇതുവരെ നമ്മൾ പഠിച്ച രീതിയിൽ ഇതിനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ ഇപ്പോൾ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ എക്സ് ആണ് അല്ലെ. ഈ എക്സ് എന്ന വേരിയബിളിനെ നമ്മൾ ടി എന്ന വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യും. അതിന് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഇൻ്റഗ്രൻ്റ് നോക്കുക. ആ ഇൻ്റഗ്രൻ്റ് സാധാരണ നിലയ്ക്ക് ഈ രീതിയിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇൻ്റഗ്രൻ്റിൽ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും ചിലപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഏത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണോ നമ്മുടെ ഇൻ്റഗ്രൻ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷനാണ് നമ്മൾ സാധാരണ ടി എന്ന് പേര് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷന് ടി എന്ന് പേര് കൊടുത്താൽ പിന്നെ നമ്മുടെ എല്ലാ ടേംസും ഇൻ്റഗ്രൻ്റ് ഇൻ്റഗ്രൽ ഓഫ് എന്ന് പറഞ്ഞ് ഈ വരുന്ന ഫംഗ്ഷനും ടിയുടെ ടേംസിലാവണം. ഡി എക്സ് എന്ന് പറയുന്നതിന് പകരം ഡി ടി അവിടെ വരണം. ഈ രീതിയിൽ നമ്മൾ ഈ ഇൻ്റഗ്രലിനെ മൊത്തം ടിയിലേക്ക് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ടി എന്നുള്ള വേരിയബിളിനെ തിരികെ എക്സ് എന്ന വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യുക. ഇതാണ് ഇവിടെ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ടി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസിലേക്കാണ് ഞാൻ ഇന്ന് കടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പഠിക്കുന്ന മെത്തേഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ്സിലും റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ആദ്യത്തെ ചോദ്യം, ഇൻ്റഗ്രൽ ഓഫ് സൈൻ എം എക്സ് ഡി എക്സ്. ഇവിടെ ഇപ്പോൾ ഈ എം എക്സ് എന്നുള്ളതിന് പകരം എക്സ് എന്ന് മാത്രമായിരുന്നു എങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ വരുന്നൊരു കുഴപ്പം. നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണം എക്സ് എന്നുള്ള സ്ഥാനത്ത് എം എക്സ് എന്നുള്ള ടേം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ടി ഈക്വൽ ടു എം എക്സ് എന്ന് കൊടുത്തു. ഏതാണോ നമുക്ക് പ്രശ്നമുള്ള ഏരിയ അതിന് ഞാൻ ടി എന്ന് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, ഡി ടി ബൈ ഡി എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ. സോ വാട്ട് ഈസ് ഡി ടി ബൈ ഡി എക്സ്? അത് എം ആണ് അല്ലെ. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ടി ഈക്വൽ ടു ഈ ഡി എക്സിനെ ഇങ്ങോട്ട് എടുക്കാം. സോ വി ക്യാൻ റൈറ്റ് ഡി ടി ഈക്വൽ ടു എം ഡി എക്സ്. ഇനി നോക്കൂ, ഇതിൽ നിന്നും ഡി എക്സ് ഈക്വൽ ടു ഈ ഡി എക്സിന് പകരം നമുക്ക് ഇതിനെ ഇൻ ടേംസ് ഓഫ് ഡി ടി ആക്കാൻ പറ്റും. എന്താ ഡി എക്സ് കിട്ടുക? ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ എം എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ടി എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എക്സിൻ്റെ ടേംസ് അല്ല കാണുക. എക്സ് എവിടെയൊക്കെ വരുന്നോ അതൊക്കെ ടിയിലേക്ക് മാറണം. വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ ടി ആയിട്ട് മാറണം. അങ്ങനെ മാറ്റാനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. Now this integral is equal to, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. എന്താ കിട്ടുക? സൈൻ എം എക്സിന് പകരം ടി എന്ന് എഴുതി, ഡി എക്സിന് പകരം എന്തെഴുതി? ഡി ടി ബൈ എം എഴുതി. ഇപ്പൊ നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ എക്സ് ഇല്ല, കംപ്ലീറ്റ് ടി ആണ്. എമ്മിനെ കൊണ്ട് നമുക്ക് കുഴപ്പമില്ല, കാരണം എം ഒരു കോൺസ്റ്റന്റ് ആണ്. എം വേരിയബിൾ അല്ല, എം ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രലിന്റെ ഉള്ളിൽ കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. അത് നമ്മുടെ പ്രോപ്പർട്ടീസിൽ പെട്ടതാണ്. സോ വി ക്യാൻ റൈറ്റ് 1/m ഔട്ട്സൈഡ് ദ ഇന്റഗ്രൽ. ബാക്കി എന്താണത്? ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഡി ടി. ഇനി നോക്കൂ, സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന പോലെയാണ് എന്തുള്ളത്? സൈൻ ടി ഡി ടി ഉള്ളത്. എക്സിന് പകരം ടി ആണെന്നേ ഉള്ളൂ. സോ ലെറ്റ് us integrate this. എന്താ കിട്ടുക? 1/m ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ ടി. വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് നമുക്ക് ടിയുടെ ടേംസിൽ എഴുതാം. എന്താണ് ഇന്റഗ്രൽ ഓഫ് സൈൻ ടി? ഇറ്റ് ഈസ് മൈനസ് കോസ് ടി. അപ്പൊ ഇന്റഗ്രൽ കഴിഞ്ഞില്ലേ. സോ ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സിയും അവിടെ എഴുതി. ഇനി നമ്മുടെ ആൻസർ ആയിട്ടില്ല. ആൻസർ ആണെങ്കിൽ എന്ത് വേണം? ടി എന്നുള്ള വേരിയബിൾ ക്വസ്റ്റ്യനിൽ ഇല്ല, ക്വസ്റ്റ്യനിൽ എക്സ് ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ടിയിനെ തിരികെ എക്സിലേക്ക് മാറ്റണം. അപ്പൊ എങ്ങനെ മാറ്റാൻ നോക്കാം. ഈ മൈനസും 1/m ചേർത്ത് മൈനസ് 1/m എഴുതി. കോസ് what is our t? mx plus c. So this is our answer.
അപ്പൊ ഇവിടെ ചെയ്തത് ഇതാണ്, ഏത് ഭാഗത്തിനെ കൊണ്ടാണോ നമുക്ക് കൂടുതൽ പ്രശ്നമുള്ളത് അതിനാണ് ഞാനിപ്പോ ഇവിടെ ടീന്ന് കൊടുത്തത്. ഓക്കെ, ടീന്ന് കൊടുത്ത ശേഷം എന്ത് ചെയ്തു, എക്സ് എന്നുള്ള എല്ലാ ടേംസും ഇൻ ടേംസ് ഓഫ് ടി ആയിട്ട് മാറി, വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷനും ടി ആയിട്ട് മാറി. അതാണ് ഡി ടി എന്നുള്ള ഭാഗം കാണിക്കുന്നത്. എന്നിട്ട് മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ ചെയ്ത പോലെ അതേ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, പക്ഷെ വേരിയബിൾ ടി ആണ്. ടിയിലുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ടിയിലുള്ള ആൻസറിനെ എക്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഇതാണ് ചോദ്യം ചെയ്യുന്നത് രീതി. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓഫ് 2x sin x square plus 1 dx. സൈനിന്റെ ആംഗിൾ ആണ് x square plus 1 dx. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ക്ലിയർ ആണ് ഒറ്റ നോട്ടത്തില്. ഏതിനാണ് ഇവിടെ ടി കൊടുക്കേണ്ടത്? അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ സൈനിന്റെ ആംഗിൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്? x square plus 1. Now what is the derivative of x square plus 1? It is 2x. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷനും ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവും ഉണ്ട്. ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണോ 2x വരുന്നത് അതിനാണ് നമ്മളിവിടെ t എന്ന് കൊടുക്കാൻ പോകുന്നത്. സോ ലെറ്റ് us take t equal to x square plus 1. സൈനിന്റെ ആംഗിൾ ആയിട്ട് വരുന്ന ഈ ഭാഗം അതിന്റെ ഡെറിവേറ്റീവ് ആണ്, പുറത്ത് കിടക്കുന്ന 2x. ഇതാണ് x square plus 1 t എന്ന് കൊടുക്കാനുള്ള കാരണം. ഇനി നമുക്ക് എഴുതി നോക്കാം. dt by dx എഴുതുന്നില്ല, അപ്പുറത്തെ dx എഴുതാം. സോ വാട്ട് ഈസ് dt? x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, അത് വിത്ത് റെസ്പെക്ട് ടു x ആണ്. അല്ലെങ്കിൽ നമ്മൾ dt by dx equal to 2x എന്ന് എഴുതുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ ഡയറക്റ്റ് എഴുതുന്നേ. സോ വി ഹാവ് dt equal to 2x dx. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് ഈ ഇന്റഗ്രലിനെ കംപ്ലീറ്റ് ടിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ നോക്കൂ, 2x dx അതിന് നമുക്ക് ഒന്നിച്ച് dt എന്ന് കൊടുക്കാം. dt നമ്മൾ ഈ അറ്റത്ത് എഴുതൂല, ഇന്റഗ്രൽ കഴിഞ്ഞ് ലാസ്റ്റിലല്ലേ dt എഴുതുക. അപ്പൊ ഈ ഭാഗത്തിന് നമുക്ക് ഒന്നിച്ച് ഇവിടെ ഞാൻ dt എന്ന് എഴുതി വെച്ചു, അത് ഇങ്ങോട്ട് നീക്കി എഴുതി വെച്ചു. ഇനി ബാക്കി എന്താണത്? സൈൻ x square plus 1. What is x square plus 1? t. So this integral reduces to integral of sin t dt. ഇനി നമുക്ക് ആൻസർ എഴുതി കൂടെ. What is integral of sin t? It is minus cos t plus c, constant of integration. ഇനി എന്ത് ചെയ്യണം? ജസ്റ്റ് ടീനെ അങ്ങ് മാറ്റാം. സോ ദ ആൻസർ ഈസ് മൈനസ് കോസ്, വാട്ട് ഈസ് അവർ ടി? x square plus 1 plus c. കിട്ടിയോ? അപ്പൊ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത അതേ രീതിയിലല്ല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. നേരത്തെ എവിടെയാണോ നമുക്ക് ബുദ്ധിമുട്ട് അത് നോക്കിയിട്ട് നമ്മൾ ടി എന്ന് കൊടുത്തു. ഇവിടെ എന്താ ചെയ്തത്? x square plus 1 ഡെറിവേറ്റീവ് ആണ് 2x. അത് കണ്ടുകൊണ്ടാണ് x square plus 1 നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ സൈൻ tan ഇൻവേഴ്സ് x. സൈൻ്റെ ആംഗിൾ ആണ് tan ഇൻവേഴ്സ് x ഡിവൈഡഡ് ബൈ 1 plus x square dx. ഇവിടെ ഏതിനാണ് t കൊടുക്കേണ്ടത്? അപ്പൊ അത് തീരുമാനിക്കാൻ നിങ്ങൾ നോക്കുക. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് tan ഇൻവേഴ്സ് x? അത് 1 by 1 plus x square ആണ്. tan ഇൻവേഴ്സ് xന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1 by 1 plus x square ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? സോ അത് നോക്കിക്കൊണ്ട് നമ്മൾ t equal to tan inverse x എന്ന് എടുക്കുന്നു. Then what is dt? dt is equal to tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square dx. With respect to x ആണ് റൈറ്റ് സൈഡ്, with respect to t ആണ് ലെഫ്റ്റ് സൈഡ്. ഇനി നോക്കൂ, ഇതിൽ 1 by 1 plus x square dx ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് ഇതിനെ t യിലേക്ക് ചേഞ്ച് ചെയ്യാം. അന്നേരം എന്താ കിട്ടുക? സൈൻ tan ഇൻവേഴ്സ് x ന് പകരം t എന്ന് കൊടുത്തു. അപ്പൊ സൈൻ tan ഇൻവേഴ്സ് x ആയി. ബാക്കിയുള്ളത് എന്താ? 1 by 1 plus x square dx ആണ് ഇതിൽ ബാക്കിയുള്ളത് അല്ലെ? അതിന് പകരം നമുക്ക് dt എഴുതാം. നോക്കൂ എത്ര സിമ്പിൾ ഫോമിലേക്കാണ് ഇത് വന്നത്. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് സൈൻ t ഈസ് മൈനസ് കോസ് t പ്ലസ് c. Now substitute for t. So the answer is minus cos, what is t? Tan inverse x plus c. So this is the final answer. Okay. അടുത്തത് integral tan raised to 4 root x sec square root x divided by root x dx. ഇവിടെ നമ്മൾ ഏതിനാണ് ടി എന്ന് കൊടുക്കേണ്ടത്? അപ്പൊ ഇവിടെ താഴെ റൂട്ട് എക്സ് ഉണ്ട്, മേലെ ടാൻ ഉണ്ട്, സീക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം.
ടാൻ റേസ്റ്റ് 4 ആണ് ആ ടേമിന്റെ പവർ. പക്ഷെ ഇവിടെയോ സീക് സ്ക്വയർ റൂട്ട് എക്സ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സീക് സ്ക്വയർ എക്സ് എന്നുള്ള ഫോമിലല്ലേ സീക് സ്ക്വയർ റൂട്ട് എക്സ് ഉള്ളത് അല്ലെ? ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് സീക് സ്ക്വയർ എക്സ്? നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ആണ് സീക് സ്ക്വയർ എക്സ് അല്ലെ? അപ്പോ സീക് സ്ക്വയർ റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ ഏതിന്റെ ഡെറിവേറ്റീവിലാണ് അത് വരിക? ടാൻ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് സീക് സ്ക്വയർ റൂട്ട് എക്സ് എന്നുള്ള ടേം വരുന്നത്. അപ്പൊ തന്നെ ക്ലിയർ ആയി ഏതിന് നമ്മൾ ടി കൊടുക്കണം. സോ ലെറ്റ് us take t equal to tan root x. ഇനി നമുക്ക് എഴുതി നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുമോ എന്നുള്ളത്. അതൊന്ന് എഴുതി നോക്കാം. സോ വാട്ട് ഈസ് അവർ dt? tan root x ന്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ റൂട്ട് എക്സ്, പിന്നെ എക്സിന്റെ സ്ഥാനത്ത് റൂട്ട് എക്സ് അല്ലേ? അപ്പൊ ചെയിൻ റൂൾ പ്രകാരം റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്? 1/2 റൂട്ട് എക്സ് ആൻഡ് ദ വേരിയബിൾ dx or dt by dx equal to sec square root x into 1/2 root x. ആ dx നെ ഞാൻ അപ്പുറം കൊണ്ട് എഴുതി. ഇനി നോക്കൂ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കിട്ടുമെന്ന്. sec സ്ക്വയർ റൂട്ട് എക്സ് ഉണ്ട്, ബൈ റൂട്ട് എക്സ് ഉണ്ട്. അപ്പൊ ഈ 2 ആണ് അതിൽ പെടാത്തത്, dx അല്ലെ? sec സ്ക്വയർ റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഇൻറ്റു dx. അതിന് പകരം നമുക്ക് ഈ 2 ഇങ്ങോട്ട് മാറ്റിയാൽ പോരെ? അപ്പൊ ഇതിൽ നിന്ന് നോക്കുക 2dt ഈക്വൽ ടു ഈ 2 ഞാൻ ഇങ്ങോട്ടാക്കി. എന്താ കിട്ടുക? sec സ്ക്വയർ റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഇൻറ്റു dx ആണ്. അപ്പൊ ഇത്രയും ഭാഗത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. സോ ഷുവർലി നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്താ വരിക? ഇന്റഗ്രൽ tan raised to 4 root x. What is the meaning of that? tan root x ന്റെ whole raised to 4 ആണത്. നമ്മൾ tan root x ന് എന്താ കൊടുത്തത്? t ആണ്. So what is tan raised to 4 root x? It is t raised to 4. tan raised to 4 root x ന് പകരം t raised to 4. ഇനി ബാക്കിയുള്ളത് ഇത്രയും ഭാഗമാണ് അല്ലെ? sec സ്ക്വയർ റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഇൻറ്റു dx. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2dt എന്ന് കൊടുക്കാം. എത്ര ചെറിയ ഫോമിലേക്ക് എത്തി നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 is a constant. So 2 can be taken outside the integral. 2 into integral of t raised to 4 dt എന്നായിട്ട് മാറാം. ഇനി t raised to 4 ന്റെ ഇന്റഗ്രൽ എഴുതണം. 2 അവിടെ നിർത്തി. What is integral of t raised to 4? അത് x raised to n ഉള്ള പാറ്റേൺ ആണ്. x ന് പകരം ഇപ്പൊ വേരിയബിൾ t ആണെന്ന് മാത്രം. So what is the integral? t raised to 4 plus 1, that is 5 divided by 5. x raised to n plus 1 by n plus 1 plus c എന്നുള്ള ഫോമിലാണ് എഴുതുന്നത്. ഓക്കെ, x ന് പകരം t ആണ്, n ന്റെ വാല്യൂ ഇവിടെ 5 ആണ്. സോ ദിസ് ഇസ് ദ ആൻസർ. ഇന്റഗ്രൽ തീർന്നതുകൊണ്ട് പ്ലസ് c. സോ ഫൈനൽ ആൻസർ നമുക്ക് എഴുതാം. ഈ 2ഉം ബൈ 5ഉം ഒന്നിച്ച് എഴുതാലോ. സോ 2/5 ഇൻറ്റു ടിക്ക് പകരം what is our t? tan root x. സോ t raised to 5 എന്ന് പറഞ്ഞാൽ tan root x whole raised to 5 ആണ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതുക? tan raised to 5 root x എഴുതാം പ്ലസ് c. This is the answer. Okay. Next, integral of tan x dx. നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ്, ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഒക്കെ ഉള്ള പോലെ ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് നമുക്കില്ല, ഫോർമുല അതില്ല. അപ്പോൾ ടാൻ എക്സ് ഡി എക്സ് കാണാൻ നമുക്ക് വേറെ രീതിയിൽ ചെയ്യേണ്ടി വരും. ടാനിന്റെ ഇന്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ടാനിനെ നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡി എക്സ് എന്ന് മാറ്റി എഴുതാം അല്ലെ? ഇനി നോക്കുക, ഇതിന്റെ ഡിനോമിനേറ്ററിൽ കോസ് ആണ്, ന്യൂമറേറ്ററിൽ സൈൻ ആണ്. നമുക്കറിയാം സൈനിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ അതിൽ കോസ് വരും, കോസിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ സൈനും വരും അല്ലെ? അപ്പൊ ഏതിനാണ് ഇവിടെ ടി എന്ന് കൊടുക്കേണ്ടത്? ഞാൻ ടി ഈക്വൽ ടു സൈൻ എക്സ് കൊടുത്തു എന്ന് വിചാരിക്കാം. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവിൽ കോസ് എക്സ് കിട്ടുമല്ലോ. അപ്പൊ ഡി ടി എന്താ കിട്ടുക? കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. കോസ് എക്സ് കിട്ടി, പക്ഷെ കോസ് എക്സും ഡി എക്സും ഒന്നിച്ചാ കിടക്കുന്നത്. കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാണ്. നമ്മുടെ കോസ് എക്സ് എവിടെയാ? ഡിനോമിനേറ്ററിലാണ് അല്ലെ? നമുക്ക് കോസ് എക്സ് ഡി എക്സ് എന്നല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് ബാക്കിയുള്ള എന്താ? 1/cos x dx ആണ്. അത് ഇവിടുന്ന് കിട്ടില്ല. അതുകൊണ്ട് ടി ഈക്വൽ ടു സൈൻ എക്സ് അല്ല അവിടെ കൊടുക്കേണ്ടത് എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പൊ പിന്നെ ഏതായിരിക്കും? ടി ഈക്വൽ ടു കോസ് എക്സ്. ചുരുക്കം പറഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡിനോമിനേറ്ററിനാണ് ടി എന്ന് കൊടുക്കേണ്ടത്. ഇനി നോക്കുക, വാട്ട് ഈസ് ഡി ടി? ഡി ടി ഈക്വൽ ടു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ്, പിന്നെ വേരിയബിൾ കാണിക്കണ്ടേ, അപ്പൊ ഡി എക്സ്. ഓർ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആണ്. അതിനെയാണ് ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതിയത്.
ഇനി നോക്കൂ മൈനസ് സൈൻ എക്സ് ഡി എക്സിന്റെ മൈനസ് മാറ്റിയാൽ പോരെ. സോ വാട്ട് ഈസ് സൈൻ എക്സ് ഡി എക്സ്? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് ഡി ടി. അപ്പൊ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നോക്കാം എങ്ങനെ ചേഞ്ച് ചെയ്യാം. ന്യൂമറേറ്ററിൽ സൈൻ എക്സ് ഡി എക്സ്, സൈൻ എക്സ് ഡി എക്സിന് പകരം നമുക്ക് മൈനസ് ഡി ടി എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ കോസ് എക്സ്, കോസ് എക്സിന് പകരം നമ്മൾ എന്താ ലെറ്റർ കൊടുത്തത്? ടി ആണ് കൊടുത്തത്. ഇത്രയായിട്ട് ചുരുങ്ങി. Now let us take minus outside. അപ്പോൾ മൈനസ് ഇന്റഗ്രൽ ഓഫ് 1/t dt ആണ്, or dt/t, രണ്ടും ഒന്ന് തന്നെ. What is integral of 1/t? നമുക്കറിയാം അത് log mod t ആണ്, ഫോർമുലയിലുള്ളതാണ്. അപ്പോൾ മൈനസ് log mod t plus c എന്നായി അല്ലേ. Now substitute for t, t നെ x ലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ എന്താ? മൈനസ് log mod cos x plus c എന്നായി അല്ലേ. ഇനി ഇതിനെ നമുക്ക് പല രീതിയിൽ എഴുതാം. മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി, അതൊരു ആൻസർ ആണ്. ഇനി നോക്കൂ, ഈ മൈനസിനെ നമുക്ക് ഒഴിവാക്കാം. ലോഗിന്റെ റൂളാണ്. മൈനസിനെ എങ്ങനെ ഒഴിവാക്കുക? ലോഗ് മോഡുലസ് ഓഫ് 1 cos x dx എന്ന് എഴുതിയാൽ മതി. 1 cos x plus c എന്ന് എഴുതാം. ഈ മൈനസ് അവിടെ നിന്ന് മാറ്റിയാൽ ഈ ഫംഗ്ഷൻ അതിന്റെ റെസിപ്രോക്കലിലേക്ക് പോകണം. സോ വാട്ട് ഈസ് 1 cos x? ഇറ്റ് ഈസ് sec x. So the answer can be written as log mod sec x plus c. This is our answer. ഇതും ആൻസർ ആണ്, ഇതും ആൻസർ ആണ്. നമ്മൾ ഈ ലോഗിന്റെ ലെഫ്റ്റിലെ മൈനസ് ഒഴിവാക്കി കൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഓക്കെ, ഇത് ലോഗിന്റെ റൂളിൽ വരുന്നതാണ്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് 1/x ആണ്. ഓക്കെ, അത് ലോഗിന്റെ റൂൾസിൽ വരുന്ന കാര്യമാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഫൈനൽ റിസൾട്ട് ഈ രീതിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് ഡി എക്സ് സ്വയം ചെയ്യാം. എങ്ങനെയായിരിക്കും അത് ചെയ്യുക? കോട്ടെക്സിനെ ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നുള്ള ഫോമിൽ എഴുതാം. എന്നിട്ട് ഇതേ രീതിയിൽ പ്രൊസീഡ് ചെയ്താൽ യു ക്യാൻ റൈറ്റ് ദ ആൻസർ. സോ ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് ഡി എക്സ് യു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ, now next is integral of sec x dx. അത് നമുക്കറിയാം, നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഇല്ല. ഇന്റഗ്രൽ ഓഫ് sec x dx എന്താണെന്ന് എഴുതാൻ നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് sec x നെ 1 cos x എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. നമുക്ക് അതല്ലേ ഇപ്പൊ ഡയറക്റ്റ് അറിയുന്നത്. ഇവിടെ ഇപ്പോൾ cos x ന് നമ്മൾ t കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഇരിക്കുക അല്ലേ. അപ്പൊ നേരത്തെ tan x ഉം കോട്ടെക്സും ചെയ്ത രീതിയിൽ നമുക്ക് sec x ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് us മൾട്ടിപ്ലൈ ദ ഇന്റഗ്രന്റ്. നമ്മുടെ ഇന്റഗ്രന്റ് ഇവിടെ sec x ആണ്. അതിനെ sec x പ്ലസ് tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ തന്ന ഫംഗ്ഷൻ മാറിപ്പോകും. തന്ന ഫംഗ്ഷനെ മാറ്റാൻ നമുക്ക് അധികാരമില്ല. അപ്പൊ മാറരുതെങ്കിൽ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണോ നമ്മൾ ഇൻഡ്യൂ ചെയ്തത് അതിനെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തത്. sec x പ്ലസ് tan x എന്നിട്ട് നമുക്കൊണ്ട് ഇൻഡ്യൂ ചെയ്തു, ഡിവൈഡ് ചെയ്തു. സോ ദർ ഈസ് നോ ഇഫക്റ്റ് അല്ലേ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇൻഡ്യൂ ചെയ്യാം. ഈ sec xനെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് sec സ്ക്വയർ x പ്ലസ് sec x ഇൻഡ്യൂ tan x എന്ന് കിട്ടും. ആ ബ്രാക്കറ്റ് അങ്ങ് കളഞ്ഞിട്ട് എഴുതി. ഡിവൈഡഡ് ബൈ sec x പ്ലസ് tan x dx. ഇനി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാതെ അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ജസ്റ്റ് ഒന്ന് നോക്കുക. എന്താണ് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ്? sec x ന്റെ ഡെറിവേറ്റീവ് sec x പ്ലസ് tan x ആണ്. tan x ന്റെ ഡെറിവേറ്റീവ് എന്താ? sec സ്ക്വയർ x ആണ് അല്ലെ. ചുരുക്കം പറഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്. അപ്പൊ മെത്തേഡ് ക്ലിയർ ആയി. അങ്ങനെയല്ലേ നമ്മൾ tan x ഒക്കെ ചെയ്തത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? t ഈക്വൽ ടു ദ ഡിനോമിനേറ്റർ എന്ന് കൊടുത്താൽ മതി. വാട്ട് ഈസ് അവർ ഡിനോമിനേറ്റർ? sec x പ്ലസ് tan x. ഇനി നോക്കൂ, വാട്ട് ഈസ് dt? sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x എന്നാണ്. പ്ലസ് tan x ന്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ x, ഇതിനൊന്നിച്ച് ഒരു dx. ഇത് തന്നെയാണ് മുകളിൽ കിടക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേ ഉള്ളൂ. പക്ഷെ നടുക്ക് പ്ലസ് അല്ലേ. പേതിട്ടാൽ ഇപ്പുറത്തായാലും അപ്പുറത്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് മാറ്റി വേണ്ടു. എന്തെഴുതാം? ഇന്റഗ്രൽ ഓഫ് ന്യൂമറേറ്റർ ഒന്നിച്ച് dt എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണ്? t. This is the same as integral of 1/t dt. And what is the result? The result is log mod t plus the constant of integration c.
ഇനി നമുക്ക് ആൻസർ ആവണമെങ്കിൽ എന്ത് വേണം? ഈ ടീനെ ഒന്ന് മാറ്റണം. സോ അവർ ആൻസർ ഈസ് ലോഗ് മോഡുലസ് ഓഫ് ടി എന്താണ്? sec x പ്ലസ് tan x പ്ലസ് c. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോർമുലയുടെ രൂപത്തിലാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. കാര്യം ഇവിടെ പ്രോബ്ലത്തിന്റെ രീതിയിൽ വരുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇനി അങ്ങോട്ടുള്ള സെക്ഷനിൽ പല രീതിയിലും ഫോർമുലയുടെ രൂപത്തിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ്, ഇന്റഗ്രൽ ഓഫ് sec x, ഇന്റഗ്രൽ ഓഫ് cot x, ഇതേപോലെ വരുന്ന വേറൊന്നാണ് ഇന്റഗ്രൽ ഓഫ് cosec x. ഇതും നമുക്ക് sec x പോലെ ഡയറക്റ്റ് അത് അതിന്റെ ആൻസർ എഴുതാനാവില്ല. അപ്പോ ഈ sec x കേസിൽ നമ്മളൊരു പ്രത്യേക ടേം കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തില്ലേ, sec x പ്ലസ് tan x ഉണ്ട്. അതുപോലെ ഇവിടെ cosec x നെ cosec x മൈനസ് cot x കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യാം. ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വേണം? അതിനെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും വേണം. സോ cosec x മൈനസ് cot x കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഇതേപോലെ നമ്മൾ sec x ന് ചെയ്ത് ഏതുകൊണ്ടായിരുന്നു? sec x പ്ലസ് tan x കൊണ്ടാണ് അല്ലെ. cosec x നമ്മൾ ചെയ്യുന്നത് cosec x മൈനസ് cot x കൊണ്ടാണ്. ഓക്കെ, ഇനി നോക്കൂ, cosec x മൈനസ് cot x അതാണ് ഡിനോമിനേറ്ററിൽ ഉള്ളത്. നമുക്ക് ന്യൂമറേറ്ററിലെ cosec x ഒന്ന് ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ എന്താ കിട്ടുക? cosec സ്ക്വയർ x ഇത് തമ്മിൽ ചേർത്താൽ മൈനസ് ഇത് തമ്മിൽ ഇൻഡ്യൂസ് ചെയ്താൽ cosec x ഇൻറ്റു cot x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഈസ് cosec x മൈനസ് cot x dx. ഇനി നമുക്ക് നേരത്തെ പോലെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടോ നോക്കാം. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് cosec x? ഇറ്റ് ഈസ് മൈനസ് cosec x cot x. അതവിടെ ഉണ്ട് അല്ലെ. നൗ വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് cot x? അത് മൈനസ് cosec സ്ക്വയർ x ആണ് അല്ലെ. അപ്പൊ ഒരു മൈനസിന്റെ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. നമുക്ക് അത് ചെയ്ത് നോക്കാം. t ഈക്വൽ ടു cosec x മൈനസ് cot x എന്ന് എടുത്തു. Now what is dt? Derivative of cosec x is minus cosec x cot x minus derivative of cot x is minus cosec square x. ഇതിനെ ഒന്നിച്ച് dx. അപ്പൊ ഫലത്തിൽ എന്താ കിട്ടുന്നത് നോക്കൂ. പ്ലസ് cosec square x ആവും. ഇത് രണ്ടും കൂടെ ചേർന്ന പ്ലസ് ആയില്ലേ. പ്ലസ് cosec square x മൈനസ് cosec x cot x. അത് തന്നെയല്ലേ മേൽഭാഗം അല്ലേ. സോ വി ക്യാൻ സേ ദിസ് ആസ് ഇന്റഗ്രൽ ഓഫ് dt ബൈ ti. ഇത് dx ഉം ഒന്നിച്ച് dt ആയി, ഡിനോമിനേറ്റർ നമ്മൾ t കൊടുത്തു. അപ്പൊ നേരത്തെ അതേപോലെ എന്ത് കിട്ടും ആൻസർ? ലോഗ് മോഡ് t പ്ലസ് c. നൗ റീപ്ലേസ് ഫോർ t. വാട്ട് ഈസ് അവർ t? മോഡുലസ് ഓഫ് cosec x മൈനസ് cot x പ്ലസ് c. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ ഓഫ് 1 ബൈ x മൈനസ് റൂട്ട് x dx. ഡിനോമിനേറ്റർ ആണ് x മൈനസ് റൂട്ട് x. ക്ലിയർ ആണ്, ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു മാർഗം ഇവിടെ ഇപ്പോ ഡയറക്റ്റ് ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഏതിന് t കൊടുക്കണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിനോമിനേറ്ററിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അല്ലെ. x can be considered as root x into root x. So there is a common factor root x in the denominator. നമുക്ക് അതൊന്ന് പുറത്തെടുത്ത് എഴുതി നോക്കാം. ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് എക്സ് ഇൻറ്റു ഇതിൽ നിന്ന് റൂട്ട് എക്സ് വന്നാൽ ഒരു റൂട്ട് എക്സ് അവിടെ ബാക്കിയുണ്ട്, മൈനസ് ഇവിടെ നിന്ന് റൂട്ട് എക്സ് പുറത്ത് വന്നാൽ 1 dx എഴുതാം. ഇനി നോക്കൂ, നമുക്ക് ഏതിനെങ്കിലും t കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. 1 ബൈ റൂട്ട് എക്സ് എന്നൊരു പാർട്ട് ഉണ്ട്. നമുക്കറിയാം റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ് ആണ്. അപ്പൊ 1 ബൈ റൂട്ട് എക്സ് എന്നുള്ളത് 1 ബൈ 2 റൂട്ട് എക്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടല്ലോ. സോ ലെറ്റ് us take t ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പൊ ടിക്ക് റൂട്ട് എക്സ് എടുത്താൽ ഈ -1 അവിടെ ബാക്കി നിൽക്കില്ലേ. എന്നാ പിന്നെ t ഈക്വൽ ടു റൂട്ട് എക്സ് -1 കൊടുത്താലോ? നമുക്ക് ചെയ്ത് നോക്കാം. എന്താ dt വരിക? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ് -1 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ പാർട്ട് 0 ആയി പോയിക്കോളും. എന്നാ പിന്നെ റൂട്ട് എക്സിന് പകരം റൂട്ട് എക്സ് -1 എടുക്കുന്നതല്ലേ നല്ലത്. എന്നാ അത്രയും ഭാഗം t ആയിട്ട് പോയിക്കോളും അല്ലെ. സോ ലെറ്റ് us take this dt ഈക്വൽ ടു 1 ബൈ 2 റൂട്ട് എക്സ് dx എന്ന് കിട്ടി. ഇതില് 1 ബൈ റൂട്ട് എക്സ് dx ഇവിടെ കിടക്കുന്നുണ്ട്. 1 ബൈ റൂട്ട് എക്സ് dx ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് കൊടുക്കാം? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ആസ് 2 ഇൻറ്റു dt എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ടിയിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള വഴി നമുക്ക് കിട്ടി. അപ്പൊ ഒന്ന് എഴുതി നോക്കാം. ഇന്റഗ്രൽ ഓഫ്
1/√x dx പകരം 2dt എന്ന് എഴുതി. പിന്നുള്ളത് ഡിനോമിനേറ്ററിലാണ് √x - 1 പകരം t എന്ന് എഴുതി. എത്ര സിമ്പിൾ ഫോമിലെത്തി നോക്കാം. Now let us take 2 outside because it is a constant. ബാക്കിയുള്ളത് എന്താ? 1/t dt. So the answer is 2 into log mod t plus c. അല്ലേ? Now we can write this as 2 into log modulus of t യുടെ വാല്യൂ എന്താണ്? √x - 1 plus c. This is our answer. Okay, ഇവിടെ നമുക്ക് ലോഗിന്റെ റൂളൊക്കെ ഉപയോഗിച്ച് എഴുതാം. 2 log x എന്ന് പറയുന്നത് എന്താണ്? log of x square ആണ് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാം. അതൊക്കെ ഷോർട്ടായിട്ടൊക്കെ വരുന്ന കേസിൽ ആ രീതിയിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കും. Now let us discuss one more question. Integral of x by root of x plus 4. X by root of x plus 4 dx. ഇതിന് നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുക? നമുക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള പാർട്ട് ഡിനോമിനേറ്ററിൽ റൂട്ടിന്റെ ഉള്ളിൽ x plus 4 ആണ് അല്ലേ? അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ അതിന് t എന്ന് കൊടുത്താൽ നമുക്ക് കംപ്ലീറ്റ്, അല്ലാതെ ഇതിന്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടോ നോക്കിയിട്ട് ഇവിടെ ചെയ്യാൻ നിർത്തിയില്ല. കാരണം x plus 4ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 അല്ല, അവിടെ x ഉണ്ട് അല്ലെ? അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാർട്ട് ഇതാണ്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. t ഈക്വൽ ടു x plus 4 എന്ന് കൊടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ what is dt? dt ഈക്വൽ ടു 1 dx ഓർ dx തന്നെയാണ്. അപ്പോഴും dx-ന് പകരം dt എന്ന് എഴുതാം. ഈ x-നെ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. നിങ്ങൾ നോക്കുക, ഇതിൽ നിന്ന് നമുക്ക് x-ന്റെ എക്സ്പ്രഷൻ കിട്ടും. എന്താണ് x? x can be written as ഈ 4നെ ഇങ്ങോട്ട് എടുത്താൽ പോരെ, t - 4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ മേലത്തെ x-നെ മാറ്റാലോ. So this can be written as integral of x is equal to t - 4 divided by root of x plus 4ന് പകരം t എഴുതി. അപ്പൊ അത് റൂട്ട് t ആയി. ഇനി dx-ന് പകരം നമുക്ക് എന്ത് എഴുതാം? dt എഴുതാം. അപ്പൊ എല്ലാ ടേംസും t യിലേക്കായി. ഇനി നമ്മൾ മുമ്പ് പഠിച്ച മെത്തേഡിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റും? ഡിനോമിനേറ്ററിൽ ഒരു ടേം ഉള്ളൂ. സോ ഇതിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് മാറ്റാം. എന്തൊക്കെയാ കിട്ടുക? ഇന്റഗ്രൽ t by root t മൈനസ് 4 by root t dt എന്നായി. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഫോമിലേക്ക് മാറ്റാം. എങ്ങനെ എഴുതാം? t by root t, അതിൽ root t കട്ട് ചെയ്താൽ this is equal to root of t അല്ലെ? root of t നെ നമുക്ക് t raised to 1/2 എന്ന് എഴുതാം. x raised to n എന്നുള്ള ഫോർമുല ആയാലും നമുക്ക് ഫോർമുല കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് മൈനസ് 4 into 1/√t, അതായത് 1/t raised to 1/2 ആണ്. 1/t raised to 1/2 നെ നമുക്ക് എങ്ങനെ എഴുതാം? t raised to -1/2 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റ്. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ടേമിന്റെ t raised to 1/2ന്റെ ഇന്റഗ്രൽ എന്താണ്? ഇറ്റ് ഈസ് t raised to 1/2 plus 1/1/2 plus 1 x raised to n plus 1/n plus 1 പോലെ മൈനസ് രണ്ടാമത്തെ ടേമിൽ 4 കോൺസ്റ്റന്റ്, അതിനെ മാറ്റി വെച്ചു. ബാക്കിയുള്ളത് t raised to -1/2. അതിന്റെ ഇന്റഗ്രൽ എന്താ? t raised to -1/2 plus 1 by -1/2 plus 1. രണ്ട് ടേമിന്റെ ഇന്റഗ്രേഷൻ തീർന്നു. അതുകൊണ്ട് ഇവിടെ പ്ലസ് എഴുതാം. ഇനി നമുക്ക് ഇതിനെ ഒക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം ആദ്യം അല്ലേ? അപ്പൊ എന്താ കിട്ടാൻ നോക്കാം. t raised to 1/2 plus 1 is t raised to 3/2 by 3/2 minus 4 into t raised to -1/2 plus 1 is 1/2 by 1/2 plus 9. ഇനി നമുക്ക് ഈ ഡിനോമിനേറ്ററിലെ 3/2 അതുപോലെ ഇവിടുത്തെ 1/2 ഇതിനെയൊക്കെ മേലേക്ക് ആക്കാം. സോ 3/2 റെസിപ്രോക്കൽ എടുത്ത് മേലേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്തായി? 2/3 ആയി. സോ ഫസ്റ്റ് ടേം ഈസ് 2/3 t raised to 3/2 minus 4 into 1/2 തിരിച്ചിടുമ്പോൾ എന്താ കിട്ടുക? 2. സോ 4 into 2 t raised to 1/2 plus 9. ഇനി നമുക്ക് അതൊന്ന് ചേർത്ത് എഴുതാം. അതിന്റെ കൂടെ tക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുക്കാം. So what is our answer? The answer is 2/3 into what is our t? X plus 4. X plus 4 raised to 3/2 minus 4 into 2 can be written as 8. 8 into t ക്ക് പകരം
x plus 4 raised to 1 by 2 plus c. This is the answer. ഇവിടെ ആൻസർ ഈ ഫോമിൽ നിർത്താം. ഇനി ഈ രണ്ട് ടേമിലും കൂടെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെ പുറത്തെടുത്താൽ അത് വേറൊരു രീതിയിലും കിട്ടും. എങ്ങനെയാ അത് കിട്ടുക നോക്കാം. Let us take 2 by 3 x plus 4 raised to 1 by 2 outside. ഈ രണ്ട് ടേമിൽ നിന്നും ഈ ഒരു ടേം ഞാൻ പുറത്തേക്ക് എടുക്കാണ്ട്. ബാക്കി ഒന്നാമത്തെ ടേമിൽ എന്താ ഉള്ളത്? x plus 4. Because x plus 4 raised to 1 by 2 plus 1 ആണ് x raised to 3 by 2. അപ്പോൾ ഇതിൽ നിന്ന് x plus 4 raised to 1 by 2 പുറത്ത് വന്നാൽ ബാക്കിയുള്ളത് ഒരു x plus 4 ആണ്. ഇനി ഇവിടെ ബാക്കി എന്താണുള്ളത് നോക്കാം. മൈനസ് x plus 4 raised to 1 by 2 പുറത്തേക്ക് വന്നു കഴിഞ്ഞു. 8ൽ നിന്ന് 2 by 3 മാറ്റി വെച്ചാൽ ബാക്കി എന്താ കിട്ടുക? We will get 12. ഓക്കെ, അതിങ്ങനെ നോക്കിയാൽ മതി. 8ൽ നിന്ന് 2 by 3 മാറ്റി വെച്ചാൽ 8 by 2 by 3 എത്രയാണോ അതാണ് അവിടെ വരേണ്ടത് അല്ലേ? അത് എത്രയാണ് കിട്ടുക? 8 into 3 by 2 that is 12. അപ്പോൾ ബാക്കി വരുന്നത് അവിടെ 12 ആണ്. ഓക്കെ, പ്ലസ് സി എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം? ഈ 4ഉം -12ഉം ചേർത്തിട്ട് ഈ ബ്രാക്കറ്റ് അങ്ങനെ എഴുതാം. ആ രീതിയിൽ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. പക്ഷെ അത്രത്തോളം കിട്ടിയില്ലെങ്കിലും ഇതുവരെ കിട്ടിയാലും ഓക്കെയാണ്. നമ്മൾ ടിയുടെ ടേമിനെ എക്സിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുവരെ ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചെയ്തു പഠിക്കുക. ഇതിനോടനുബന്ധിച്ച് ഉള്ള ഹോംവർക്കും ചെയ്യാം. ക്ലിയർ?